സർ നമസ്തേ. നമസ്തേ. സർ, ഒരു വാർത്ത വരുന്നുണ്ട്. ഹോർമോസ് കടലിടുക്ക് അടച്ചതോടുകൂടി യുകെയും യൂറോപ്പിലുമൊക്കെ ഇന്ധനക്ഷാമം ഉണ്ടാകുന്നു എന്നുള്ളതാണ് ഈ വാർത്ത. അപ്പോൾ അത് അമേരിക്കയെ സംബന്ധിച്ച് നല്ലൊരു വാർത്തയല്ല. സ്വാഭാവികമായും ഇവര് അമേരിക്കക്കെതിരെ തിരിയുകയും ചെയ്യുമല്ലോ. അപ്പോൾ ഇങ്ങനെ ഒരു ഇന്ധനക്ഷാമം ഉണ്ടാകുമെന്ന് പറയുന്ന വാർത്ത ശരിയാണോ? അങ്ങനെ ഉണ്ടെങ്കിൽ എങ്ങനെയായിരിക്കും അമേരിക്ക ഇതിനെ മറികടക്കുന്നത്? ഇന്ധനക്ഷാമം ഉണ്ടാവുന്നുള്ള വാർത്ത ശരി തന്നെയാണ്. കാരണം ആഗോളതലത്തിൽ പെട്രോളിയം വില കൂടി തുടങ്ങി. ഖത്തർ തന്നെ പറയണ്ടായിരുന്നു ബാരലിൽ 100 എന്നുള്ളത്. മാത്രമല്ല LPG നമുക്കുള്ള ഗ്യാസ് ഉണ്ടല്ലോ, അതിന്റെ സപ്ലൈ ഖത്തറിൽ നിന്നാണ് വരേണ്ടത്, അതും മുടങ്ങി. നാട്ടിൽ വില കൂടിയല്ലോ, 60 രൂപ ഗ്യാസിന് വില കൂടി എന്ന് ഇന്നലെയോ മിനിയാന്നോ വാർത്തയുണ്ടായിരുന്നു. അപ്പൊ അതിനർത്ഥം എന്താണെന്ന് ചോദിച്ചാല് ഇന്ധനക്ഷാമം വാസ്തവമാണ്. ഹോർമൂസ് കടലിലേക്ക് കൂടിയാണ് ഏഷ്യയിലേക്കുള്ള 80% ഇന്ധനവും വരുന്നത്. ഇന്ത്യക്ക് വേണ്ടുന്ന പെട്രോളിയം ക്രൂഡിന്റെ ഏതാണ്ട് 32% വരുന്നതും ഹോർമൂസിൽ കൂടിയാണ്. അപ്പൊ ചുരുക്കത്തില് നമുക്കിവിടെ വലിയൊരു ബുദ്ധിമുട്ടുണ്ട്. ഇന്ത്യക്കാണ്ട് ചൈനയ്ക്കുണ്ട്. ചൈനയ്ക്കും വലിയ തോതിൽ ഇറാനെ ആശ്രയിച്ചാണ് ചൈന മുന്നോട്ട് പോയത്. ഇറാനിൽ നിന്നുള്ള എണ്ണ എന്ന് പറയുന്നത് നിർലോഭം എടുത്തുകൊണ്ടിരുന്ന ഒന്ന് ചൈനയാണ്. അപ്പൊ അവർക്കും അതുകൊണ്ട് ബുദ്ധിമുട്ടുണ്ട്. ഏഷ്യയ്ക്ക് മൊത്തത്തിൽ ബുദ്ധിമുട്ടുണ്ട്. ഇത് കൂടാണ്ട് യൂറോപ്പിനും ബുദ്ധിമുട്ടുണ്ട്. കാരണം യൂറോപ്പ് ഇന്ധനത്തിന് വേണ്ടി ഇന്ത്യ ആശ്രയിക്കാറുണ്ട്. റഷ്യൻ എണ്ണ ഇന്ത്യ എടുക്കുകയും ഇന്ത്യ റിഫൈൻ ചെയ്ത് യൂറോപ്പ് ഉൾപ്പെടെയുള്ള ആൾക്കാർക്ക് കൊടുക്കുകയും ചെയ്യുന്നൊരു സംവിധാനം നിലവിലുണ്ടായിരുന്നു. അപ്പം ഇതിന്റെ കൂട്ടത്തിൽ റഷ്യ എന്ന് മാത്രമല്ലോ, നമ്മൾ എവിടെ വില കുറഞ്ഞ് കിട്ടുന്നോ അവിടെ നിന്നെല്ലാം എടുക്കാം എന്നുള്ള. അപ്പൊ ഇറാഖിൽ നിന്നായാലും സൗദിയിൽ നിന്നൊക്കെ നമ്മൾ എടുക്കണ്ടായിരുന്നു. മൊത്തത്തിൽ വരുന്ന വിലക്കയറ്റം ഇപ്പം റഷ്യൻ എണ്ണ നമുക്ക് വീണ്ടും കിട്ടുമെങ്കിലും സൗദി മേഖല അതുപോലെ തന്നെ ഗൾഫ് മേഖലയിലൊക്കെ ഉണ്ടാകുന്ന വിലക്കയറ്റം റഷ്യൻ എണ്ണയുടെ വിലയിലും ബാധിക്കും. വിലക്കയറ്റം മൊത്തത്തിലുണ്ടാവും. നമ്മുടെ എണ്ണയ്ക്കും വില കൂടിയെന്ന് വരും. യൂറോപ്പിന് ഓൾറെഡി പ്രശ്നത്തിലാണ്. ജീവിത ചെലവ് വർദ്ധിച്ചിട്ടുണ്ട് യൂറോപ്പിൽ. ഉക്രൈൻ യുദ്ധം വന്നതിന് ശേഷം റഷ്യ എന്നുള്ള നേരിട്ടുള്ള സപ്ലൈ ഇല്ല. നേരിട്ടുള്ള സപ്ലൈ ലൈനിൽ ഈയിടെ കംപ്ലീറ്റ്ലി പുടിൻ തന്നെ ക്ലോസ് ചെയ്തു. അങ്ങനെ വന്നതുകൊണ്ട് വലിയ ഇന്ധനക്ഷാമമുണ്ട്. അവർക്കിപ്പം നിലവിൽ ഇത് മറികടക്കണമെങ്കിൽ ഇന്ത്യയെ ഒത്തിരി ആശ്രയിക്കണം. അതുകൊണ്ട് ഇന്ത്യക്കുള്ള സപ്ലൈ ലൈൻസ് എവിടെ തടയപ്പെടുന്നോ അത് യൂറോപ്പിനെ നേരിട്ട് തന്നെ ബാധിക്കും. യൂറോപ്യന്മാർക്കുള്ള വേറെ സപ്ലൈ ഗൾഫിൽ നിന്ന് പോകുന്നതിനെ ബാധിക്കും. ചുരുക്കത്തിലെ എല്ലാ അർത്ഥത്തിലും യൂറോപ്പിനെയും ലോകത്തിന്റെ പല കോണുകളിലുള്ള പല രാജ്യങ്ങളെയും മാരകമായിട്ട് ബാധിക്കുന്ന ഒന്നാണ് ഇപ്പോഴത്തെ ഹോർമൂസ് കടലിൽ എടുക്കുന്ന ഈ പ്രതിസന്ധി എന്ന് പറയുന്നത്. പിന്നെ വെനസ്വേലയുടെ എണ്ണ എടുത്ത് അമേരിക്ക എല്ലാവർക്കും കൊടുക്കാമെന്ന് പറയുന്നുണ്ടെങ്കിലും അർജന്റായ പ്രതിസന്ധി മറികടക്കാൻ അതൊന്നും സഹായമാവില്ല. കാരണം അവിടുന്ന് എല്ലാവർക്കും എത്തണ്ടേ. ആവശ്യത്തിന് പ്രൊഡക്ഷൻ വർദ്ധിപ്പിക്കണം, പുതിയ റിഫൈനറി ഉണ്ടാക്കണം, അവിടുന്ന് നിറച്ചുകൊണ്ട് പോകണം. ഒത്തിരി കാര്യങ്ങൾ കിടപ്പുണ്ട്. അപ്പൊ ഇത് പെട്ടെന്നാവുന്ന കാര്യത്തെക്കുറിച്ചല്ല പറയുന്നത്. മാസങ്ങളോ ഏതാനും വർഷങ്ങളോ എടുക്കാവുന്നതിനെ കുറിച്ചാണ് അമേരിക്ക പറയുന്നത്. എന്നാൽ അവർ യുദ്ധം ഉണ്ടാക്കിയത് എന്തിനാന്ന് ചോദിച്ചാല് അവർക്ക് രാഷ്ട്രീയമായിട്ട് ഇറാനുമായിട്ടും റഷ്യയായിട്ടും ചൈനയായിട്ടും പ്രശ്നമുണ്ട്. 1. 2, ഇറാന്റെ എണ്ണ സമ്പത്ത് അവർക്ക് കിട്ടണം. അതായത് ആഗോളതലത്തിൽ എണ്ണയുടെ വ്യാപാരം എപ്പോഴും അമേരിക്കയോ ഇല്ല പാശ്ചാത്യരോ ആയിരിക്കണം എന്നുള്ള നിർബന്ധം പാശ്ചാത്യ രാഷ്ട്രങ്ങൾക്കുണ്ട്. അതുകൊണ്ട് വേറെ ആരെങ്കിലും സ്വന്തമായിട്ട് ചെയ്താൽ അവർ സമ്മതിക്കത്തില്ല. അപ്പം അമേരിക്കൻ കമ്പനികളെയും കോൺട്രാക്ടേഴ്സിനെ ഇടപെടിക്കാണ്ട് ഇറാൻ കച്ചവടം നടന്നത് അവർക്ക് ഇഷ്ടമല്ല. റഷ്യ എങ്ങനെയാണ് കച്ചവടം നടന്നത് അത് അവർക്ക് ഇഷ്ടമല്ല. വെനിസ്വേല ഇങ്ങനെയായിരുന്നു. അതുകൊണ്ടാണ് മഡുറോയ്ക്കെതിരെ നടപടി ഉണ്ടായതും മഡുറോയെ തടവിലാക്കിയത്. ഇത്രയും കാര്യങ്ങൾ നമ്മുടെ പശ്ചാത്തലത്തിലുണ്ട്. ഇപ്പൊ ഹോർമൂസ് അടഞ്ഞു കഴിഞ്ഞു. അവിടെ ഇന്ധന പ്രതിസന്ധി വന്നു കഴിഞ്ഞു. അമേരിക്ക ഇതിനെ മറികടക്കാൻ വേണ്ടി പ്രഖ്യാപിച്ചിരിക്കുന്നത് 2 കാര്യങ്ങളാണ്. ഒന്ന്, ഹോർമൂസ് കൂടെ കടന്നു പോകുന്ന ടാങ്കറുകൾക്ക് അമേരിക്ക സൈനിക സംരക്ഷണം കൊടുക്കും എന്ന് പറയുന്നുണ്ട്. അമേരിക്കൻ കപ്പലുകൾ ഒപ്പം ഉണ്ടാവും എന്നുള്ളൊരു നിലപാടാണത്. ഇത് ചെയ്യാതിരിക്കാം. പക്ഷെ ചെയ്യുമ്പോൾ അന്നേരവും വേണമെങ്കിൽ ഇറാൻ ആക്രമിക്കാം. ആ ആക്രമണത്തിൽ ടാങ്കറുകൾ 1-2 ടാങ്കർ കത്തിപ്പോയാൽ അമേരിക്ക സംരക്ഷണം കൊടുക്കാന്ന് പറഞ്ഞാലും കപ്പൽ കമ്പനികൾ അവരുടെ കപ്പലുകൾ വിട്ടുകൊടുക്കാൻ ചിലപ്പോൾ തയ്യാറാവില്ല. എണ്ണ കമ്പനികളും റിസ്ക് എടുക്കില്ല. കാരണം ഇത്രയ്ക്കധികം പെട്രോളിയം ക്രൂഡിന്റെ ലോസ് വരുമല്ലോ. അപ്പൊ ശരിക്കും പറഞ്ഞാൽ യുദ്ധം നിലനിൽക്കുന്നിടത്തോളം കാലം ഹോർമൂസിൽ കൂടെയുള്ള സഞ്ചാരം എന്ന് പറയുന്നത് പ്രശ്നമാണ്. പിന്നെ അമേരിക്ക എടുത്ത രണ്ടാമത്തെ സ്റ്റെപ്പ്, ആദ്യത്തെ സ്റ്റെപ്പാണ് ഇതിപ്പോ രണ്ടാമത്തെ ഇത് പ്രഖ്യാപനം ഈ കഴിഞ്ഞ ദിവസം ഉണ്ടായത്, സൈനികമായിട്ടുള്ള സംരക്ഷണം കൊടുക്കും എന്നുള്ളത്. അമേരിക്ക ആദ്യം എടുത്ത സ്റ്റെപ്പ് ഇന്ത്യ റഷ്യയിൽ നിന്ന് ഓയിൽ വാങ്ങുന്നതിനെതിരായിട്ടായിരുന്നു അമേരിക്ക എന്നത്. അതായത് റഷ്യക്ക് മേൽ ഉപരോധമുണ്ട്. ഉപരോധമുള്ള രാജ്യത്തിന് നമുക്ക് ഡോളറിലോ മറ്റേതെങ്കിലും കറൻസിയിലോ ഒക്കെ പേ ചെയ്യാൻ കുറെ ബുദ്ധിമുട്ട് വരും. എന്നാൽ പോലും ഇന്ത്യ റഷ്യ തമ്മിൽ അഡ്ജസ്റ്റ്മെന്റിൽ റൂബിൾ അല്ലെങ്കിൽ യുവാൻ ഒക്കെ കൊടുത്തിട്ട് നമ്മൾ വാങ്ങുന്നുണ്ടായിരുന്നു. നമ്മളെ സംബന്ധിച്ചും പൂർണ്ണമായിട്ടും റുപ്പി ആൻഡ് റൂബിളിൽ കച്ചവടം നടത്താൻ പറ്റൂല. അതിന്റെ പരിമിതിയുണ്ട്. കാരണം ഇന്ത്യൻ റുപ്പി മാത്രം റഷ്യ കുന്നുകൂടിയിട്ട് റഷ്യക്ക് കാര്യമില്ല. റൂബിൾ മാത്രം നോക്കിയിട്ട് നമുക്കും കാര്യമില്ല. ഒന്നിലധികം കറൻസികൾ ഇവിടെ വിനിമയത്തിൽ വേണം. അത് യൂറോ ആകാം, അത് ഡോളർ ആകാം. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കയ്യിൽ ഉള്ള ഡോളർ റഷ്യക്ക് കിട്ടിയിട്ട് ആവശ്യമുണ്ട്. റഷ്യക്ക് ഡോളർ അധിഷ്ഠിതമായിട്ടുള്ള വ്യവഹാരങ്ങൾ നടത്താനുണ്ട്. യൂറോ വിട്ടിട്ട് കാര്യമുണ്ട്. യൂറോപ്യൻ യൂണിയനുമായിട്ട്
വ്യാപാരം നടത്തേണ്ട ആവശ്യമുണ്ട്. ഇന്ത്യക്കാണെങ്കിൽ ഇങ്ങനെ ഓരോന്നും വൈവിധ്യമാർന്ന കറൻസികൾ കയ്യിലുണ്ടായിരിക്കുന്നത് റിസർവിൽ ഉണ്ടാവേണ്ട ആവശ്യമാണ്. അത് വെച്ച് നോക്കുമ്പം രണ്ട് കറൻസിയിൽ മാത്രമായിട്ട് അവിടെ വ്യാപാരം നടത്താൻ പറ്റൂല. അത് മറ്റ് കറൻസികളോട് അവിടെ ഇൻവോൾവ് ആവണമെങ്കിൽ ഈ ഉപരോധത്തിന്റെ പ്രശ്നം ഒന്ന് ഒഴിഞ്ഞു കിട്ടണം. എന്ന് വെച്ചാൽ സ്വിഫ്റ്റ് വഴി പേയ്മെന്റ് കൊടുക്കാനുള്ള സംവിധാനം അവിടെ ഉണ്ടാവണം. അങ്ങനെ ഉണ്ടാകുമ്പോൾ ഒരു വശത്ത് ഡീഡോളറൈസേഷൻ നമുക്ക് മുന്നോട്ട് നീക്കാൻ പറ്റുമെങ്കിലും മറുവശത്ത് ആവശ്യമുള്ള മറ്റ് കറൻസികളും കൂടി രണ്ട് രാജ്യങ്ങളുടെയും റിസർവിൽ വേണം എന്നുള്ള വിഷയം പരിഹരിക്കണമെങ്കിൽ ഉപരോധത്തിൽ ഇളവ് വേണം. റഷ്യക്ക് മേലുള്ള ഉപരോധത്തിൽ ഇളവ് വേണം. അപ്പൊ അമേരിക്ക ഇന്ത്യയെ ഒരു മാസത്തേക്ക് റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങാൻ അനുവദിക്കുന്നു എന്ന് പറയുമ്പോൾ അതിന്റെ യഥാർത്ഥ മീനിങ് ഇന്ത്യ അനുവദിച്ചില്ല എന്നുള്ളതല്ല. ഒരു മാസത്തേക്ക് റഷ്യക്ക് മുതൽ ഉപരോധത്തിന്റെ പ്രശ്നം ഉണ്ടാവില്ല. അപ്പൊ ഉപരോധ ഭീഷണി മറികടന്ന് ഇന്ത്യൻ ബാങ്കുകൾക്ക് റഷ്യൻ ബാങ്കുകളായിട്ട് വിനിമയം നടത്താം. ഇത്രയുള്ള അതിന്റെ അർത്ഥം. അമേരിക്കയുടെ സ്വിഫ്റ്റ് സിസ്റ്റം ഇതിനു വേണ്ടിയിട്ട് ഒരു മാസത്തേക്ക് ഉപയോഗിക്കാം. യഥാർത്ഥ മീനിങ് അതാണ്. അല്ലാതെ അമേരിക്ക കടലിൽ നിന്നുകൊണ്ട് സൈനിക കപ്പലുകൾ ഉപയോഗിച്ച് നമ്മുടെ എണ്ണ ടാങ്കറുകൾ തടുക്കുന്നൊന്നുമില്ല. അങ്ങനത്തെ സ്റ്റെപ്പ് ഭാവിയിൽ വേണമെങ്കിൽ വരാവുന്നേ ഉള്ളൂ. പക്ഷെ ഇപ്പോൾ അങ്ങനെയൊന്നും ചെയ്യുന്നില്ല. അപ്പൊ അതിന്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ അമേരിക്കയുടെ കൺട്രോളിലിരിക്കുന്ന സ്വിഫ്റ്റ് എന്ന വിനിമയ സിസ്റ്റം വഴി റഷ്യക്ക് പേയ്മെന്റ് കൊടുക്കുന്നതിന് അമേരിക്ക ഒരു മാസത്തേക്ക് തടയില്ലെന്നാണ്. ഈ ഒരു മാസം എന്നുള്ളതിനെ പിന്നെ അമേരിക്ക എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. അത് മറ്റൊരു കാര്യം. അതായത് ഇനി അങ്ങോട്ട് ഇപ്പോഴത്തെ പ്രശ്നം കാരണം ഇനി അങ്ങോട്ട് റഷ്യക്ക് മുകളിൽ ഉപരോധം നിലനിൽക്കുമെന്ന് പോലും സംശയമുണ്ട്. കാരണം അത്രയും വലിയ പ്രതിസന്ധിയാണ് ഹോർമുസ് കാരണം ഉണ്ടായിരിക്കുന്നത്. ഈ പ്രതിസന്ധിയെ മറികടക്കണമെങ്കിൽ അമേരിക്കയുടെ മുന്നിൽ, പ്രത്യേകിച്ച് യൂറോപ്യൻ യൂണിയന്റെ മുന്നിൽ ഒറ്റപ്പെട്ടു പോകാതിരിക്കണമെങ്കിൽ, യൂറോപ്യൻ യൂണിയന്റെ പ്രതിഷേധം അമേരിക്കയുടെ വരുന്നത് തടയണമെങ്കിൽ ഒറ്റ വഴിയുള്ളൂ. ഇന്ത്യ നിർബാധം റഷ്യൻ ഓയിൽ എടുക്കുക, അത് ലോകത്ത് ആർക്ക് കൊടുക്കണം അവിടേക്ക് ഇന്ത്യ കൊടുത്തോളുക. അക്കാര്യത്തിൽ ഇന്ത്യക്ക് മാത്രമേ പറ്റുള്ളൂ. അപ്പോൾ എന്തുകൊണ്ട് വേറെ രാജ്യത്തിനെ കൊണ്ട് ജയിച്ചുകൂടാ, ഇല്ല എന്തുകൊണ്ട് അമേരിക്കയെ കൊണ്ട് ജയിച്ചുകൂടാ എന്ന് പറഞ്ഞാൽ റഷ്യന്ന് എണ്ണ എടുക്കാൻ അമേരിക്ക കൊണ്ട് പറ്റൂല. ഒന്നാമത്തെ കാര്യം, അത് റഷ്യ സമ്മതിക്കത്തില്ല. കാരണം റഷ്യക്ക് വേണ്ടുന്ന എല്ലാ കുഴപ്പങ്ങളും ഉണ്ടാക്കുന്നത്, എല്ലാവർക്കും വേണ്ട എല്ലാ പണിയും കൊടുക്കുന്നത് അമേരിക്കയാണ്. അപ്പൊ അമേരിക്ക വരുന്ന സമ്മതിക്കത്തില്ല. ഇനി മറ്റ് രാജ്യങ്ങൾ ഇടപെടിക്കാന്ന് വെച്ചാലോ, പല രാജ്യങ്ങളും ഇതുപോലെ അമേരിക്ക പോലെ തന്നെ കുത്തകളാണ്. ഫ്രാൻസ്, UK, ഇവർക്കൊന്നും റഷ്യയായിട്ട് നേരിട്ടൊന്നും ചെയ്യാൻ പറ്റില്ല. ഇനി ഇതൊക്കെ കുത്തകളല്ലാത്ത രാജ്യങ്ങൾ ഇറങ്ങാന്ന് വെച്ചാലോ, അവരുടെ കയ്യിലെ ടെക്നോളജി ഇല്ല, ഫെസിലിറ്റീസ് ഇല്ല. ഇത് രണ്ടും ആവശ്യമാണ്. ടെക്നോളജിയും ഫെസിലിറ്റി ഉണ്ടെങ്കിൽ ഇല്ലേ നമുക്ക് റിഫൈൻ ചെയ്യാൻ പറ്റുള്ളൂ. ഇന്ത്യയുടെ ഏറ്റവും വലിയ മുതൽ എന്ന് പറയുന്നത് റിഫൈനറികളാണ്. നമ്മുടെ കൊച്ചിയിൽ റിഫൈനറി ഉണ്ട്. അതുപോലെ നമുക്ക് ഈ രാജ്യത്ത് പലയിടത്ത് റിഫൈനറീസ് ഉണ്ട്. ഈ റിഫൈനറി വഴി ഇന്ന് ഉത്പാദിപ്പിക്കുന്നത് ക്രൂഡിനെ സംസ്കരിച്ച് ഇന്ത്യക്ക് വേണ്ടുന്ന ഫ്യൂവൽസ് മാത്രമല്ല, നമ്മൾ കൂടുതൽ ക്രൂഡ് വാങ്ങിച്ച് കൂടുതൽ ഉത്പാദനം നടത്തി വേർതിരിച്ചെടുത്ത് ഇന്ധനം ലോകത്തിന്റെ പല ഭാഗങ്ങളിലും വിറ്റുകൊണ്ടിരിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ ഇന്ത്യ ഒരു നല്ല പെട്രോളിയം കച്ചവടക്കാരനായിട്ട് മാറിക്കഴിഞ്ഞു. ഈ ഒരു അവസ്ഥ കഴിഞ്ഞ ഏതാനും വർഷങ്ങളായിട്ട് ഉണ്ടായി. അമേരിക്കയ്ക്ക് ഇപ്പൊ ഈ നിമിഷം ഗുണമാവാറ്. മുൻപാണെങ്കിൽ അമേരിക്ക അതിനെ ഒരു പ്രശ്നമായിട്ടാണ് വെച്ചിരുന്നത്. കാരണം അവരുടെ മേഖല ഇന്ത്യ കയറി കളിക്കുന്നു, അതിന്റെ ആവശ്യമുണ്ടോ എന്നൊരു ചോദ്യമായിരുന്നു. അതിനെതിരെ പലപ്പോഴും ഡയലോഗ്സ് ഉണ്ടാവുകയും ചെയ്തിരുന്നല്ലോ സർ. എല്ലാം ഉണ്ടായിട്ടുണ്ട്. അതെ, അങ്ങനെ എല്ലാം ഉണ്ടായിട്ടുണ്ട്. പക്ഷെ പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ വിൽപ്പനക്കാരന്റെ താല്പര്യം എന്നുള്ളതിനേക്കാളും ആവശ്യക്കാരന്റെ താല്പര്യം അമേരിക്ക മാനിക്കേണ്ടി വരുന്നു. ആവശ്യക്കാരൻ യൂറോപ്യൻ യൂണിയനാണ്. യൂറോപ്യൻ യൂണിയനിലേക്ക് അവർക്ക് ഇന്ധനം കിട്ടിക്കൊണ്ടിരുന്നത്, ഊർജ്ജം വന്നുകൊണ്ടിരുന്നത് എപ്പോഴും റഷ്യന്നായിരുന്നു. യുക്രൈൻ യുദ്ധം കാരണം അമേരിക്ക ഇവർക്ക് റഷ്യയുടെ മുന്നിൽ ഉപരോധം പ്രഖ്യാപിച്ചു. ഈ ഉപരോധത്തെ യൂറോപ്യൻ യൂണിയൻ സപ്പോർട്ട് ചെയ്തു. ഇവരുടെ ഇരട്ടത്താപ്പ് എന്താണെന്ന് ചോദിച്ചാൽ, ഒരു വശത്ത് അവർക്ക് റഷ്യയിൽ നിന്ന് ഇന്ധനം കിട്ടുകയും വേണം, മറുവശത്ത് ഉപരോധം നടപ്പാക്കുകയും വേണം. എന്ന് വെച്ചാൽ റഷ്യ വേറെ ആർക്കും ഒന്നും കൊടുക്കരുത്, അവർക്ക് മാത്രമേ കൊടുക്കാവുള്ളൂ. അതിന് അവർ കുറച്ച് പൈസ കൊടുക്കും. മറ്റ് എല്ലാ വിധത്തിലുള്ള ബന്ധങ്ങളും റഷ്യയുടെ കട്ട് ചെയ്ത് അത് റഷ്യയെ ഒറ്റപ്പെടുത്തുക, റഷ്യയുടെ ശക്തി കുറയ്ക്കുക, എന്നിട്ട് ഭാവി പറ്റുമെങ്കിൽ റഷ്യ കീഴടക്കുക. ഇതാണ് ഇതിന്റെ അർത്ഥം എന്ന് പറയുന്നത്. അപ്പൊ റഷ്യ ഇതിന് നിന്ന് കൊടുക്കാൻ തയ്യാറായില്ല. അപ്പോഴാണ് ഇന്ത്യയുടെ ഫെസിലിറ്റീസും നമ്മുടെ ടെക്നോളജിയൊക്കെ ഒന്ന് വെച്ചോണ്ട് എണ്ണ ഞങ്ങൾ വാങ്ങിച്ചോളാം, ഞങ്ങൾ വേണ്ടുന്നില്ല. അപ്പൊ ഇന്ത്യ എങ്ങനെ സർപ്ലസ് പ്രൊഡക്ഷൻ വന്നു, വളരെ കുറഞ്ഞ വിലയ്ക്ക് നമുക്ക് ക്രൂഡ് കിട്ടാൻ തുടങ്ങി. റഷ്യ മറ്റു രാജ്യങ്ങളൊക്കെ കുറഞ്ഞ വിലയ്ക്കാണ് നമുക്ക് വരുന്നത്. റഷ്യയിൽ നിന്ന് അതുകൊണ്ട് തന്നെ കുറഞ്ഞ വിലയ്ക്ക് ക്രൂഡ് യൂറോപ്യൻ യൂണിയനും വേണ്ടുന്ന ഏത് രാജ്യത്തിനും കൊടുക്കാൻ ഇന്ത്യക്ക് പറ്റുന്നുണ്ട്. ഇന്ത്യക്ക് ഈ ഒരു ലിവറേജ് ഉള്ളത് സത്യം പറഞ്ഞാൽ ഇപ്പൊ അമേരിക്കയ്ക്ക് ആശ്വാസമായി. കാരണം യൂറോപ്യൻ യൂണിയൻ മൊത്തത്തിൽ അമേരിക്കയെതിരായിട്ട് ഗ്രീൻലാൻഡ് പ്രോബ്ലത്തിന് ശേഷം വീണ്ടും പറഞ്ഞ ഒരു സാഹചര്യമാണ്. കടന്നു യൂറോപ്പിൽ ജനങ്ങൾ പട്ടിണി കിടക്കും. അവിടെ തണുപ്പ് കാലത്താണെങ്കിൽ അവർക്ക് ഇതിനു വേണ്ടിയിട്ട് ചൂട് കിട്ടാൻ വേണ്ടുന്ന ഊർജ്ജ സംവിധാനങ്ങൾ വേണം. എല്ലാം തന്നെ റഷ്യയുടെ ഊർജ്ജ സപ്ലൈ ആശ്രയിച്ചാണ് ഇരുന്നത്. പക്ഷെ അതും കൂടാതെ അടുത്ത കാലത്ത് ഈ വലിയ പുതിയ കാല നവബോധങ്ങളും നവോത്ഥാന ബോധങ്ങളും ഒക്കെ ഉണ്ടായതിന്റെ ഭാഗമായിട്ട് പല ആണവ കേന്ദ്രങ്ങളും യൂറോപ്പിൽ അടച്ചുപൂട്ടി. അതും വലിയ ഊർജ്ജ പ്രതിസന്ധി ഉണ്ടാക്കി. മര്യാദയ്ക്ക് പ്രവർത്തിച്ചിരുന്ന ആണവ കേന്ദ്രങ്ങളാണ്. അപ്പൊ ക്ലീൻ എനർജിയിലേക്കുള്ള മാറ്റം എന്നുള്ള പുതിയ തരത്തിലുള്ള സങ്കല്പങ്ങളൊക്കെ വന്ന് അവർ പലതും അടച്ചു. അങ്ങനെ വന്നപ്പോൾ ഇവരുടെ റഷ്യയുടെ മുകളിലുള്ള ഡിപ്പെൻഡൻസ് കൂടുകയാണ് ചെയ്തത്. അത് എന്നിട്ട് റഷ്യയെ ശത്രുവാക്കും കൂടെ ചെയ്തതോടെ ഈ ഡിപ്പെൻഡൻസ് ഒരു വലിയ ബാധ്യതയായിട്ട് അവർക്ക് മാറി. ചുരുക്കത്തിൽ ഇന്ത്യ ഡിപ്പെൻഡ് ചെയ്യേണ്ട അവസ്ഥയിലായി.
ഇന്ന് ലോകത്ത് ഉള്ള പ്രത്യേകിച്ച് യൂറോപ്യൻ രാജ്യങ്ങളുടെ മുകളിൽ ഇന്ത്യക്കുള്ള ഏറ്റവും വലിയ ബാർഗൈനിങ് പവർ എന്താണെന്ന് ചോദിച്ചാൽ അവർക്ക് ഇന്ധനം കൊടുക്കാൻ നമ്മളാണ്. പിന്നെ നമ്മളൊരു ഗുണ്ടാരാജ്യമല്ല, നമ്മളുടെ തെമ്മാട് രാജ്യമല്ല. നമ്മൾ ഉത്തരവാദിത്തമുള്ള ഒരു ജനാധിപത്യ പ്രക്രിയയിലൂടെ മുന്നോട്ട് പോകുന്ന, ലോകത്തെ മുഴുവൻ ആദരിക്കുന്ന, എല്ലാവരെയും സമതുല്യരായിട്ട് കാണുന്ന, ദീർഘവീക്ഷണമുള്ള, വേദാന്ത വീക്ഷണമുള്ള ഒരു രാജ്യമാണ് ഇന്ത്യ. ആ രാജ്യത്തിന് യൂറോപ്യൻ യൂണിയനുമായിട്ട് അവർക്കും കൂടെ വേണ്ടുന്ന ടൈംസിൽ, അവർക്ക് അതൃപ്തികരമല്ലാത്ത, അവർക്ക് തൃപ്തിയുള്ള ടൈംസിൽ ഡീൽ ചെയ്യാൻ പറ്റും. നമ്മൾ അവരോട് അഹങ്കാരം കാണിക്കുന്നില്ല. കച്ചവടമാണെങ്കിൽ കച്ചവടം, മര്യാദയെങ്കിൽ മര്യാദ. ഈ രീതിക്ക് മാത്രമാണ് ഇന്ത്യ മുന്നോട്ട് പോകുന്നത്. ഇന്ത്യയായിട്ട് വളരെ നല്ല രീതിയിൽ അവർക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇന്ത്യയായിട്ടുള്ള ഡീലുകൾ അതുകൊണ്ട് നന്നായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട്. മാന്യമായ രീതിയിലാണ് മുന്നോട്ട് പോകുന്നത്. അമേരിക്കയും യൂറോപ്യൻ യൂണിയനും തമ്മിലുള്ള ബന്ധം മാന്യമല്ലാത്ത തലത്തിലേക്ക് പോയി. അവിടെയാണ് അവർ അമേരിക്കയായിട്ട് തുടങ്ങിയത്. അവിടെ അവർ മാന്യതയുടെ പുതിയ പ്രതീകമായിട്ട് കണ്ട് ഇന്ത്യയാണ്. അതുകൊണ്ടാണ് മദർ ഓഫ് ഓൾ ഡീൽ സൈൻ ചെയ്യപ്പെട്ടത്. അവിടെ ഈ പറഞ്ഞ ഊർജത്തിന്റെ സപ്ലൈയും കൂടെ വരുന്നുണ്ട് ഈ ഡീലില്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇന്ത്യ യൂറോപ്യൻ യൂണിയൻ നടത്തുന്ന ഒരു കച്ചവടത്തെയും അമേരിക്കയ്ക്ക് എളുപ്പത്തിൽ തടുക്കാൻ പറ്റൂല. എന്ന് മാത്രമല്ല, കച്ചവടങ്ങൾ നടക്കേണ്ടത് ഇപ്പോൾ അമേരിക്കയുടെ ആവശ്യമായിട്ട് വരുന്നു. യൂറോപ്യൻ യൂണിയനിലെ ജനങ്ങൾക്ക് വരാവുന്ന പ്രതിസന്ധി, ആ രാഷ്ട്രങ്ങൾക്ക് വരാവുന്ന പ്രതിസന്ധി, രാഷ്ട്രങ്ങളുടെ സമ്പദ് വ്യവസ്ഥയ്ക്ക് വരാവുന്ന പ്രതിസന്ധി, ഇത് മൂന്നും മറികടക്കണമെങ്കിൽ ഇന്ന് ഇന്ത്യയുടെ സഹായം ആവശ്യമുണ്ട്. ആ ഒരു കാരണം കൊണ്ട് തന്നെ അമേരിക്ക പെട്ടെന്ന് യഥാർത്ഥത്തിൽ ചെയ്തത്, നമ്മുടെ ഇവിടുത്തെ പത്രങ്ങൾ റിപ്പോർട്ട് ചെയ്തത് ഇന്ത്യക്ക് അനുമതി കൊടുത്തു എന്നാണ്. യഥാർത്ഥത്തിൽ ഇന്ത്യക്ക് അനുമതി എന്നുള്ളതിനപ്പുറം റഷ്യക്ക് ഉപരോധത്തിൽ ഇളവ് കൊടുത്തു എന്നുള്ളതാണ്. വിൽക്കാൻ റഷ്യക്ക് യഥാർത്ഥത്തിൽ ഉപരോധത്തിൽ ഇളവ് കിട്ടുന്നു. അത് എല്ലാവർക്കും അല്ല, ഇന്ത്യക്ക് വിൽക്കാനാണെന്ന് മാത്രം. അപ്പൊ റഷ്യയും തമ്മിലുള്ള സാമ്പത്തിക ഇടപാടുകൾ സ്വിഫ്റ്റിൽ കൂടി സുതാര്യമായിട്ട് നടത്താൻ അമേരിക്ക സൗകര്യം ഒരുക്കുകയാണ് ഒരു മാസത്തേക്ക്. അത് വീണ്ടും എക്സ്റ്റെൻഡ് ചെയ്യും. കാരണം ഈ യുദ്ധം തീർന്നിടം വരെ, ഇല്ല ഹോർമുസ് അടച്ചിടം വരെ യൂറോപ്പിന് ഇന്ധനക്ഷാമം ഉണ്ടാവാൻ പാടില്ല, വിലക്കയറ്റം ഉണ്ടാവാൻ പാടില്ല. ഇത് നമുക്ക് വളരെ ഗുണകരമായിട്ടൊരു സംഭവമാണ്. ഈ യുദ്ധം തന്നെ ചില ആൾക്കാർക്ക് പോസിറ്റീവായിട്ട് മാറും. ചിലയിടത്ത് ഒത്തിരി പേർക്ക് നെഗറ്റീവ് ആകുമ്പോൾ ചിലയിടത്ത് പോസിറ്റീവായിട്ട് മാറും. നമുക്ക് പോസിറ്റീവായിട്ട് വരുന്ന ചില ഘടകങ്ങളിൽ ഒരെണ്ണം എന്ന് പറയുന്നത് ഇതാണ്. എന്തായാലും ഇന്ത്യ അതിന്റെ അന്താരാഷ്ട്ര തലത്തിൽ അതിന്റെ സ്ഥാനം ഒന്നും കൂടി ഉറപ്പിക്കുകയാണ് ചെയ്തത്. കാരണം അമേരിക്കയ്ക്ക് രാഷ്ട്രീയമായിട്ട് ഈ സമയത്ത് പിടിച്ചിരിക്കണമെങ്കിൽ, ഊർജത്തിന്റെ ക്ഷാമം ഇല്ലാതെ സാമ്പത്തികമായിട്ടും യൂറോപ്യൻ യൂണിയൻ പിടിച്ചിരിക്കണമെങ്കിൽ ഇപ്പൊ ഇന്ത്യ വേണം എന്നുള്ളൊരു സ്ഥിതിവിശേഷമാണ് സംജാതമായിരിക്കുന്നത്.